ഹേ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഓറിയോ കേക്ക് ഉണ്ടാക്കിയാലോ? ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ. ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് എല്ലാം കൂടെ ദണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു പീസാക്കി ഒടിച്ചിടുക. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത്തിരി നേരം ഞാനൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുതിർന്ന് വന്നതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുക. പിന്നെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇത് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. ഇനി ഇതുപോലൊരു പാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അടിയിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കുക. ഞാനിവിടെ തിരികെയാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഈ ബാറ്ററെല്ലാം കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഇനിയാണ് കേട്ടോ ടെസ്റ്റ്. ഇത് വേറൊരു പാത്രത്തിലേക്ക് കമത്തി തട്ടിയതിന് ശേഷം പാത്രം പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ പകുതി പാകം അതിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ മറ്റേ പാത്രത്തിൽ നിന്ന് അത് വടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് ചെയ്തത്. മൊത്തത്തിൽ ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2-3 ഡയറി മിൽക്ക് എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് തേക്കാൻ നോക്കിയപ്പോൾ വീണ്ടും കേക്ക് ഒന്നും കൂടെ പൊടിഞ്ഞ് മൊത്തത്തിൽ കുളമായി. പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് മാത്രം തേച്ച് വെച്ച് പിന്നെ കൂട്ടത്തിൽ ഇരുന്ന 2 മിൽക്കി ബാർ എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയൊക്കെ വെച്ച്. അപ്പം കുളമായ കേക്ക് ഇതാണ്. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.